മലയാളം ബിഗ് ബോസ് സീസൺ 7 ഏഷ്യാനെറ്റ് ഇപ്പോൾ ഒരു പ്രോമോ പുറത്തുവിട്ടിരിക്കുന്നുണ്ട്. അപ്പാനിയും അനുവും തമ്മിലുള്ള ഒരു ഫൈറ്റിൻ്റെ പ്രോമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമാണെന്ന് തോന്നുന്നു. എല്ലാവരും ഡൈനിങ് ഏരിയയിലുണ്ട്. ശരത്ത് വന്ന് അനുവിനോട് പറയുന്നുണ്ട് പാത്രം കഴുകി വയ്ക്കാൻ. കാരണം ഈ തവണ കിച്ചൺ ടീം തന്നെയാണ് വെസൽ ടീമും. അപ്പോൾ കിച്ചൺ ടീമിൽ അംഗമായ അനുവിനോട് വന്ന് പറയുന്നുണ്ട്. അനു അതിന് എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കഴുകാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. ശരത്ത് അപ്പോൾ ദേഷ്യപ്പെട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ശൈത്യ അനുവിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ശൈത്യ അപ്പോൾ പറയുന്നുണ്ട് അനു നീ പോയി പാത്രങ്ങൾ കഴുകി വെക്കാൻ. അപ്പോൾ അനുമോള് ശൈത്യയോടും ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് സൗകര്യമുള്ളപ്പോഴേ പാത്രം കഴുകാൻ പറ്റൂ, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അത് കഴിഞ്ഞ് അനുമോള് കിച്ചണിലേക്ക് വരുമ്പോൾ അവിടെ ശരത്തും നൂറയും രേണു എല്ലാം ഉണ്ട്. അവർ പാത്രം ക്ലീൻ ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ ശരത്ത് ദേഷ്യപ്പെട്ട് തന്നെ അനുമോളോട് പറയുന്നുണ്ട് സൗകര്യമുള്ളപ്പോൾ വരാൻ നിൽക്കുന്നവരിങ്ങോട്ട് വരണ്ട, നീ പോടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവുന്നുണ്ട്. ശരത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നീ പോടിയെന്ന് വിളിക്കുന്നുണ്ട്. അനുമോള് ദേഷ്യപ്പെട്ട് കിച്ചണിൽ നിന്ന് നേരെ അവരുടെ ആ മേക്കപ്പ് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. പുറകെ റെനയും ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. റെന എന്തിനാണ് 2-3 ദിവസമായിട്ട് അനുമോളുടെ പുറകെ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. റെന എന്ത് ചെയ്താലും ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളെയാണ്. എന്തായാലും ഭാര്യേനെ പറഞ്ഞത് ടിഗറായി ശരത്ത് പുറകെ വരുന്നുണ്ട്. എന്തിനാണ് നീ എൻ്റെ വീട്ടിലിരിക്കുന്ന ഭാര്യേനെ പറഞ്ഞത് എന്നൊക്കെ ശരത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നത് എന്നെ പോടിയെന്ന് വിളിച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ പറയും, ഞാൻ പോടാ എന്ന് എന്തായാലും വിളിച്ചില്ലല്ലോ, എനിക്ക് സൗകര്യമുള്ളപ്പോഴേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്ന ശരത്തിന് നമുക്ക് പ്രോമോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിലിപ്പോൾ ആരുടെ ഭാഗത്താണ് ശരിയെന്നോ തെറ്റെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ശരത്ത് പോടിയെന്ന് വിളിച്ചതും ഒരു തെറ്റ് തന്നെയാണ്. അനുമോൾ എന്തായാലും തിരിച്ച് പോടാ എന്നൊന്നും വിളിച്ചില്ല, റെസ്പെക്റ്റ് കൊടുത്ത് തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ഭാര്യേനെ പറഞ്ഞെന്നും പറയാൻ പറ്റില്ല. വീട്ടിൽ പോയി ഭാര്യേനെ വിളിച്ചാൽ മതി എന്നാണ് അനു പറഞ്ഞത്. അതിലൊരു തെറ്റുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ അനുമോള് പല കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുത്ത് ഒരു വ്യക്തി വൈരാഗ്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ഇന്നലത്തെ ടാസ്കായി കാണാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു ഫൈറ്റ് നടക്കുന്നത്. അതൊരു ഫൺ ടാസ്കായിട്ട് എടുത്ത് നല്ല കോമഡി ആയിട്ട് പോകേണ്ടതായിരുന്നു. എന്നാൽ അനുമോള് ഇപ്പോഴും അതൊരു വ്യക്തി വൈരാഗ്യമായിട്ട് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ അനുമോളെ നമുക്കറിയാവുന്നതാണ്. കിച്ചണിലെ ജോലികൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ എനിക്ക് സൗകര്യമുള്ളപ്പോഴേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് അതൊരു വ്യക്തി വൈരാഗ്യമായിട്ട് എടുത്തത് കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അനുമോളുടെ ആ ഒരു ക്യാരക്ടർ എന്തായാലും ശരിയല്ല. അനുവിന് വാശി കൂടുതലാണെന്ന് അനുവിൻ്റെ ആ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ആ കൂടെ നിൽക്കുന്നവർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ വാശി കുറയ്ക്കാനോ ടാസ്കിനെ ടാസ്ക്കായിട്ട് കാണാനോ അനുമോൾ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.